ഇൻവെസ്റ്റിഗേഷനോട് സഹകരിച്ചല്ലേ ഒക്കുള്ളൂ. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സഹകരിച്ചല്ലേ ഒക്കുള്ളൂ. എന്നോട് ഇതുവരെ ഒരു വിഷയവും ഇക്കാര്യത്തിൽ ആരും ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ. കോടതി ഇത് കണ്ടെത്തുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? എന്താണ്, ഏത് വിഷയം? കോടതിയാണല്ലോ 2019 അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. ഇതിന് മുൻപ് അങ്ങയുടെ ശ്രദ്ധയിൽ ഇത്തരത്തിൽ ഈ സ്വർണം പോയിട്ട് ചെമ്പായി ഇപ്പോഴീ വിവാദം വന്നപ്പോൾ മാത്രമാണ് അറിയുന്നത്. നിങ്ങളെല്ലാം അറിയുന്നപ്പോഴാണ്, ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. ഈ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? അതിനകത്ത് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പം തോന്നുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിന്ന് തോന്നുന്നു. അല്ല, അത് ശബരിമലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമുള്ളത് തന്നെയല്ലോ. ഗൗരവം ആരും ചോദിച്ചിട്ടില്ല. ദേവസ്വം വിജിലൻസോ പിന്നെ SIT ഒന്നും എന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്കതും അറിഞ്ഞുകൂടാ. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് എനിക്കറിഞ്ഞുകൂടായല്ലോ. ഒന്നും വിളിച്ചിട്ടില്ല. ഇതുവരെയും വിളിച്ചിട്ടില്ല. അല്ല, ഉൾപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആധികാരികമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ടെനുവർ ഇതാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. മാർച്ച് 14 വരെ ഞാൻ ദേവസ്വം കമ്മീഷണറായിരുന്നു. നവംബർ 19 പിന്നെ പ്രസിഡൻറ്റുമായിട്ടുണ്ട് 2 വർഷം. അപ്പോൾ അതിൽ നവംബർ 15 തൊട്ട് പ്രസിഡൻറ്റുമായിട്ടുണ്ട്. നടക്കുന്നത് ഞാനിപ്പോൾ കേൾക്കുകയാണ് അങ്ങനെ ഒരു കമ്പനിയുടെ പേരൊക്കെ ഇപ്പോൾ കേൾക്കുകയാണ്. കേട്ടിട്ടേയില്ല, ഇതുവരെയും കേട്ടിട്ടില്ല. ഒന്ന്, ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തിരുവാഭരണം കമ്മീഷണറാണ് നടത്തുന്നത്. ദേവസ്വം കമ്മീഷണർക്ക് പോലും ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. തിരുവാഭരണം കമ്മീഷണർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തിരുവാഭരണങ്ങളുടെ റിപ്പയർ, പിന്നെ അതിൻ്റെ പുതിയത് നിർമ്മിക്കുക, ലേലം, ഇങ്ങനെയുള്ള എല്ലാം നടക്കുന്നത്. ദേവസ്വം കമ്മീഷണർക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലൊരു റോളും ഇല്ല. അതെ, ആയിരിക്കാം. അന്ന് 2019 ഇത് സംബന്ധിച്ചുള്ള കത്തിനകത്ത് പോലും ഈ തിരുവാഭരണ കമ്മീഷണറുടെ പേര് ഒപ്പമില്ല. അത് വലിയ തെറ്റല്ലേ, വീഴ്ചയല്ലേ? ഏത് കത്തിലെ? അതായത് നിമിഷംപൂർത്തിയുടെ വക്കൽ ഈ സ്വർണം കൊടുത്തുവിടുന്ന ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് കത്തുണ്ടല്ലോ, ആ കത്ത് സംബന്ധിച്ച് ഈ തിരുവാഭരണ കമ്മീഷണർ അടക്കം പേര് ഒപ്പമില്ല. എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ രേഖകളൊക്കെ കാണാതെ ഞാൻ എങ്ങനെ കമൻറ്റ് ചെയ്യും ഇതിനെപ്പറ്റി? ഞാൻ ദേവസ്വം ബോർഡിൽ നിന്ന് 4 വർഷം മുമ്പ് പിരിഞ്ഞു. ഇപ്പോഴീ പിന്നെ വിവാദങ്ങളൊക്കെ നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു ഫയലും ഇല്ലല്ലോ. ഇതിലേതെങ്കിലും ഫയലുകൾ നോക്കാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനൊക്കില്ല. ഞാൻ അവിടുന്ന് പോരും ദേവസ്വം ബോർഡിലെ ഫയലെല്ലാം എടുത്തുകൊണ്ട് വരാൻ ഒക്കില്ലല്ലോ. ഇപ്പോഴേ ഈ വിവാദങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് അതിനകത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും എനിക്ക് കിടക്കാനൊക്കില്ല. ഇല്ല. അദ്ദേഹം കടകംപള്ളിയെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വ്യക്തിതരത്തിൽ വിളിക്കും എന്നല്ലാതെ ഈ വിഷയമായിട്ട് ഞങ്ങൾ ഒന്നും വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, മിനിസ്റ്റർമാർക്കൊന്നും ഇതിനകത്തൊന്നും ഒരു ദേവസ്വം ബോർഡിൻ്റെ ദിനദിന കാര്യങ്ങളിൽ മിനിസ്റ്റർമാർക്ക് ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. മിനിസ്റ്റർമാർക്ക് യാതൊരു പങ്കുമില്ല. എനിക്കിപ്പോൾ ഇപ്പോഴേ ചില സംശയങ്ങൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇല്ല, അത് നടപടി എടുക്കത്തക്ക ഒരു വിവരവും എൻ്റെ മുന്നേ വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഈ സെപ്റ്റംബർ ആദ്യം ആണല്ലോ വരുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പായ ഒരു സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് അപ്പോഴേ അറിയുന്നുള്ളൂ. ഇതിൽ ഒരു മീഡിയ റിപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും അന്വേഷണത്തോട് നമുക്ക് സഹകരിച്ചേ നോക്കുള്ളല്ലോ. എന്നോട് എന്ത് വിവരം ചോദിച്ചാലും ഞാനത് കൃത്യമായി
ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയും. അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. ഒരു നിസ്സഹകരണവും വരത്തില്ല. കുറ്റം ചെയ്തിട്ടില്ല, കുറ്റവാളിയല്ല. ഒരു കുറ്റവും എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു. വാസു പ്രതികരിക്കുകയാണ്. അദ്ദേഹം മുൻപ് ദേവസ്വം കമ്മീഷണറായിരുന്നു, അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ഇപ്പോൾ FIRൽ അദ്ദേഹത്തിന്റെ പേര് കൂടി വന്നിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് കട്ടിളപ്പടിയിൽ നടന്ന തട്ടിപ്പ് അതിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ വാസുവിന്റെ പ്രതികരണം. ഇതേക്കുറിച്ച് അറിയില്ല, ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് എൻ വാസുവും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.